ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മലയാളം ചാപ്റ്റർ 19 ആണ് പറയാൻ പോകുന്നത്. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന കഥയാണ് കേട്ടോ പരിചയപ്പെടാൻ പോകുന്നത്. മാധവിക്കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു എഴുത്തുകാരിയും കവയിത്രി കൂടെയാണ് വരുന്നത്. വേറൊരു പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നതായിരിക്കും. കമലാദാസ് എന്നാണ് മറ്റൊരു പേര് വരുന്നത്. അപ്പം ഇവർ മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1999 ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മാധവിക്കുട്ടി. പിന്നീട് കമല സുരയ്യ എന്ന നാമമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു മാധവിക്കുട്ടി എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിലാണ് ചെറുകഥകളിലൂടെയും ജീവചരിത്രത്തിലൂടെയും ഇവർ പ്രശസ്തി ആർജിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയാണ് നമുക്കൊരു മാധവിക്കുട്ടി എന്താണ് ഇതിലെ ഓഥറിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്നത്. ഈ ഒരു കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. നെയ്പായസം എന്ന് പറയുന്നത് ഞാൻ കഥ വായിക്കുന്നതായിരിക്കും. അതോടുകൂടെ തന്നെ ആ ഒരു കഥയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം. ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട വിധം നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛനെന്ന് വിളിക്കാം. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്നവർ 3 കുട്ടികൾ മാത്രമേയുള്ളൂ. അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത്. ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും വെവ്വേറെ എടുത്തു പരിശോധിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിലായിട്ട് പറയുന്നത്? പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചു കൂട്ടി. എവിടോ നിന്നാണ് ഈ ഒരു കഥാകൃത്ത് കഥ തുടങ്ങുന്നതല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഥയുടെ ഫസ്റ്റ് ഭാഗത്ത് പറയാണ്, അതായത് ഇവിടെയുള്ള കഥാനായകന് ഒരു ശവദഹനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ഒരു ദഹനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് അവരുടെ സ്നേഹിതന്മാരാണ് അല്ലേ, ഫ്രണ്ട്സ് ആയിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കഥാനായകൻ്റെ പേര് പരാമർശിക്കുന്നില്ല, അച്ഛൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അച്ഛൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അതായത് അയാൾ 3 കുട്ടികളുടെ അച്ഛനായിരുന്നു. അപ്പോൾ അവരെന്താണ് വിളിക്കുന്നത്? അവരച്ഛ എന്നാണല്ലോ വിളിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അച്ഛന്മാരെ പേര് കൂട്ടി വിളിക്കുക അല്ലെങ്കിൽ പേര് വിളിക്കുന്ന സമ്പ്രദായം ഇല്ല നിലവിൽ. അച്ഛ അല്ലെങ്കിൽ അമ്മ എന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കഥാനായകൻ ഒരു ശവദഹനം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഈ ഒരു അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല കഥയിൽ. അവിടെ പറയുകയാണ് ഇവർക്ക് 3 കുട്ടികളുണ്ടെന്ന് ഇൻഡയറക്റ്റ്ലി കൂടി പറഞ്ഞു വെക്കാണ് അല്ലേ. 3 കുട്ടികളുടെ അച്ഛനായതുകൊണ്ട് തന്നെ അദ്ദേഹം അച്ഛ എന്ന് ആണ് വിളിക്കാറുള്ളത് എന്നാണ് പറയുന്നത് ആദ്യ പാരഗ്രാഫിൽ. ഇനി അദ്ദേഹം ഓർത്തെടുക്കുന്ന ഭാഗമാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും വെവ്വേറെ എടുത്ത് പരിശോധിച്ചു. അതായത് ഇപ്പോൾ അയാൾ എവിടെയാണുള്ളത്? ബസ്സിലിരിക്കുകയാണ്. അപ്പം നമുക്ക് ശരിയായിട്ടുള്ള കഥ തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പം ഇന്നത്തെ ദിവസം അദ്ദേഹം ഒരു ശവദഹനം കഴിഞ്ഞ് വരുന്നതാണ്. അപ്പം അദ്ദേഹം ആ ഒരു ശവദഹനത്തിന് ഇടയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി ആലോചിക്കുന്നതെന്ന് കഥാകൃത്ത് ഇനി വിവരിക്കാൻ പോകുന്നേയുള്ളൂ. ഇനിയുള്ളതാണ് കഥ തുടങ്ങുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. മൂടി പൊതച്ച് കിടന്നാ പറ്റോ ഉണ്ണിയെ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു. അതിനുശേഷം ഉലഞ്ഞ വെള്ള സാരി ഉടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി. തനിക്കൊരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്ന് തന്നു. പിന്നെ പിന്നെ എന്തെല്ലാം ഉണ്ടായി. മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ? എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല. മൂടി പൊതച്ച് കിടന്നാ പറ്റുമോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഈ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടന്നു. അതൊരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു. അത് മറന്നുപോയാൽ തൻ്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി.
അപ്പോൾ ഇവിടെ എന്താണ് അടുത്ത ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇയാൾ ബസ്സിലാണ്, ആൾ ഓർക്കാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. ഇവിടെ അവളെന്ന് പറയുന്നത് സ്വന്തം ഭാര്യയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു കഥാനായകനായിട്ടുള്ള ആളുടെ ഭാര്യയായിരിക്കാം ഈ ഒരു മരിച്ചൊരു ആളെന്ന് പറയുന്നത്. അപ്പം ആ ഭാര്യയെ ഓർത്തെടുക്കുകയാണ്, ഇന്ന് നടന്നിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭാര്യ ചോദിക്കുകയാണ്, ഇന്ന് ഭാര്യ അന്നേ ദിവസം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയുന്നത് അല്ലേ. മൂടി പൊതിച്ച് കിടന്നാൽ പറ്റുമോ ഉണ്ണിയെന്ന്. അതായത് ഭാര്യ സ്വന്തം മകനോട് പറയാണ്, ഉണ്ണി എന്ന് പറയുന്ന മൂത്ത മകൻ, അവരുടെ മൂത്ത പുത്രനാണ് ഉണ്ണി വരുന്നത്. അപ്പോൾ അവനോട് പറയാണ്, ഇങ്ങനെ മൂടി പൊതിച്ച് കിടന്നു കഴിഞ്ഞാൽ പറ്റുമോ, ഒന്ന് തിങ്കളാഴ്ചയല്ലേ, അവന് സ്കൂളിൽ പോകണ്ടേ എന്ന് പറഞ്ഞ് ആ അമ്മ എന്താണ് അത് പറഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് തൻ്റെ ജോലിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം എന്താണ് ഒരു കോപ്പിയിൽ കാപ്പി ഇദ്ദേഹത്തിന് വന്ന് കൊണ്ടു കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള എന്തോ കാര്യങ്ങൾ അന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ നടക്കുകയുണ്ടായി. ഇനി അദ്ദേഹം ഓർത്തെടുക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ, അവൾ വേറെ വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും തന്നെ ഓർമ്മയില്ല. അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് ഓർമ്മയുള്ള ഒരേ ഒരു സെൻറ്റൻസ് എന്താണ്? മൂടി പൊതച്ച് കിടന്നാൽ പറ്റുമോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ എന്നാണ് അല്ലേ. അദ്ദേഹത്തിനോട് പറഞ്ഞ ആ ഒരു വേർഡ്സ് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അപ്പം ഒരു ഉണ്ണിയോടായിട്ട് കേട്ടിട്ടുള്ള ആ ഭാഗത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലൂമിനിയം പാത്രങ്ങളിലേക്ക് അവൾ എടുത്തു കൊണ്ടുവന്നു തന്നു. അവളുടെ വലത്തെ കൈയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. ഓഫീസിൽ വെച്ച് അവളെ പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല. 1-2 കൊല്ലങ്ങൾ നീണ്ടുനിന്ന ഒരു അനുരാഗബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത്. വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല. എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്താപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല. പണത്തിൻ്റെ ക്ഷാമം, കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങൾ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു. അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു. എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു. അവരുടെ 3 കുട്ടികൾ അവരെയും സ്നേഹിച്ചു. ആൺകുട്ടികളായിരുന്നു. ഉണ്ണി 10 വയസ്സ്, ബാലൻ 7 വയസ്സ്, രാജൻ 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്കുപറ്റി നിൽക്കുന്ന 3 കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നുമില്ലാത്തവർ. പക്ഷേ അമ്മയും അച്ഛനും അനിയനും പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് ഭാഗങ്ങളിൽ പറയുന്നത്? ഇപ്പം അദ്ദേഹം പറയുന്നതാണ്, ഭാര്യയുടെ കുറച്ച് മഹത്വത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. അതായത് എന്താണ്, ഇദ്ദേഹം ഓഫീസിലേക്ക് പോകുമ്പോൾ എന്താണ് അവരുടെ കൂടെ കുട്ടികളും ഉണ്ടാകുന്നതാണ്. ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വൈഫ് അത് എടുത്തു വെച്ച് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം കൂടാതെ പിന്നീട് എന്താണ്, ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ വർക്ക് എന്നതാണ്. ഭാര്യയെക്കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് അദ്ദേഹം ഓർക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇമോഷണലി ചിന്തിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? കണ്ണുണ്ടാകുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് അല്ലേ. ഇദ്ദേഹം ഇപ്പോൾ ആ ഒരു ഭാഗം സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഭാര്യ ഉണ്ടായിരുന്നപ്പം പ്രത്യേകിച്ച് ഓർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന് ആ ഒരു ഭാര്യയുടെ മെമ്മറീസ് ഇപ്പം വേട്ടയാടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അദ്ദേഹം പറയാണ്, ശരിക്കും ഇവരുടെ വിവാഹം എങ്ങനെയുള്ളതായിരുന്നു? അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു. വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തപിക്കാനുള്ള ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അവർ അത്ര നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ എന്താണ്, ഒരു ഫാമിലിയാണ് അല്ലേ. അതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം, അതായത് ചില ടൈമിൽ ഉണ്ടാകുന്ന പണത്തിന് വരുന്ന ക്ഷാമങ്ങൾ, കൂടാതെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, കാര്യങ്ങൾ അത്ര തന്നെ ചെറിയ തോതിലായിരുന്നു തളർത്തിയിരുന്നത് അവരെ. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ നല്ല രീതിയിലാണ് സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവർക്ക് 3 കുട്ടികളായിരുന്നു. മൂത്ത മകനായിരുന്നു ഉണ്ണി, രണ്ടാമത് വരുന്നത് ബാലൻ, അവസാനം വരുന്നത് രാജൻ. ഇങ്ങനെയായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത്. അപ്പം പ്രത്യേകിച്ച് എന്താണ് കുട്ടികളെ കുറിച്ചിട്ട് ഇവിടെ കവയിത്രി മാധവിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്? അതായത് പ്രത്യേകിച്ച് വലിയ സാമർഥ്യമൊന്നും ഇല്ലാത്ത 3 സാധാരണ പിള്ളേരായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു അച്ഛനും അമ്മയും എന്താ പറയുന്നത്? അമ്മയും അച്ഛനും അനിയനും പറഞ്ഞു, ഉണ്ണിക്ക് എൻജിനീയറിംഗിലാണ് വാസന. അവൻ എപ്പോഴും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം. അവൻ്റെ നെറ്റ് കണ്ടോ? അത്രയല്ലേ നെറ്റ് ബുദ്ധിയുടെ ലക്ഷണ.
രാജന് ഇരുട്ടത്ത് നടക്കാനും കൂടി പേടില്ല. അവൻ സമർത്ഥനാ, പട്ടാളത്തിൽ ചേരേണ്ട മട്ട. അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ്. 1-ാം നിലയിൽ 3 മുറികളുള്ള ഒരു ഫ്ലാറ്റ്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 ആൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുണ്ട്. അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ വളരുന്നു. പക്ഷെ ഇതേവരെ പൂവുണ്ടായിട്ടില്ല. അടുക്കളയിൽ ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ പിച്ചള ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റൗവിൻ്റെ അടുത്ത് അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുമുണ്ട്. അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, അവർക്ക് എന്താണ് വലിയ തോതിലൊന്നും സാമർഥ്യമില്ലെങ്കിൽ കൂടെ ഇവർ അച്ഛനും അമ്മയും ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, മൂത്ത കുട്ടി എൻജിനീയറിങ്ങിലായിരിക്കും വാസന. കാരണം എന്താണ്, അവന് ഓരോന്ന് പലപ്പോഴായിട്ട് ഉണ്ടാക്കാറുണ്ട്. രണ്ടാമനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്, അവൻ ഡോക്ടറായിരിക്കും ആവുന്നതെന്ന്. അതായത് എന്താണ്, അവന് വലിയ നെറ്റിയുണ്ട്, അതുകൊണ്ട് ബുദ്ധി കൂടുതലായിരിക്കും, അവൻ ഡോക്ടറായിരിക്കുമെന്ന്. പിന്നെ ഏറ്റവും അവസാനം വരുന്ന കുട്ടിയെ എന്താണ് പറയുന്നത്, അവർ സമർത്ഥനാണല്ലേ, വലിയ പേടിയൊന്നുമില്ല, അതുകൊണ്ട് പട്ടാളത്തിൽ ചേരണം എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പം പിന്നീട് കഥാകൃത്ത് പറയുണ്ടായി എന്താണ് ഇവരുടെ സിറ്റുവേഷൻ, അവരെവിടെയാണ് താമസിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് എടുത്ത് പറയുന്നത്. ഒരു ചെറിയ തെരുവിൽ ഇടത്തരക്കാർ താമസിക്കുന്ന അവിടെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ് അവരുടെ ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മുറികളുള്ള ഒരു ഫ്ലാറ്റ് ആയിരുന്നു. അവിടെ ഒരു പനിനീർ ചെടിയൊക്കെ വരാന്തയിൽ നിൽക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കൂടാതെ അടുക്കളയിലൊക്കെ ആണെങ്കിൽ എന്താണ് നോർമലി കിച്ചണിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ, ചട്ടുകങ്ങളും കരണ്ടികളൊക്കെ അങ്ങായി തൂക്കിയിരിക്കുന്നുണ്ട്. കൂടാതെ എന്താണ് അവിടെ ഈ ഒരു സ്ത്രീ ഇരിക്കാതെയുള്ള പലകയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബസ് നിന്നപ്പോൾ അയാൾ ഇറങ്ങി. കാലിൻ്റെ മുട്ടിന് നേരിയ ഒരു വേദന തോന്നി. വാദമായിരിക്കുമോ? താൻ കിടപ്പിൽ അയൽക്കുട്ടികൾക്ക് ഇനി ആരാണുള്ളത്? പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ഒരു മുഷിഞ്ഞ കൈലേസ് കൊണ്ട് മുഖം തുടച്ചു ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ? അവർ വല്ലതും കഴിച്ചുവോ? അതോ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിയോ? കരയാനുള്ള തൻ്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ടു നിന്നത്? ചെറിയ മകൻ മാത്രം കരഞ്ഞു. പക്ഷെ അവന് ടാക്സിയിൽ കയറണമെന്ന വാശിയായിരുന്നു. മരണത്തിൻ്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല, തീർച്ച. താൻ അറിഞ്ഞിരുന്നുവോ? ഇല്ല. എന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്ന് ഒരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്തൊരു ചൂലിൻ്റെ അടുത്ത് വീണു മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നുവോ? ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനവാതിലിൽ കൂടി അകത്തേക്ക് നോക്കി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിൽ എന്താണ് പറയുന്നത്, അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു മെയിൻ കഥാപാത്രം ഇവിടെ ബസ്സിലിരുന്നിട്ടാണ് അല്ലേ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പം അദ്ദേഹം ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ഇറങ്ങിയ ഒരു ടൈമിൽ അദ്ദേഹത്തിന് വ്യസനം തോന്നിയിട്ടുണ്ട്. അതായത് വലുതായിട്ട് ഒരു വേദന തോന്നുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാലിൻ്റെ മുട്ടിന് നേരിയ ഒരു വേദന തോന്നി എന്നാണ് പറഞ്ഞത്. ശരിക്കും ആ ഒരു കാലിൻ്റെ മുട്ടിന് തോന്നിയ വേദനയല്ല, അദ്ദേഹം മുറിവേറ്റിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞ് നിൽക്കുകയാണെന്നാണ് ഇവിടെ കഥാകൃത്ത് പറയുന്നത് കേട്ടോ. അപ്പം അതാണ് ഒരു ഇന്നർ മീനിങ് ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്, വാദമായിരിക്കുമോ എന്ന് അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളായിട്ട്. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും എന്താണ് സങ്കടമാണല്ലേ വരുന്നത്. അപ്പം ചെറിയ ആ ഒരു വേദനയിൽ കൂടെയെങ്കിലും അദ്ദേഹം വെറുതെ വ്യസനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇനിയിപ്പം ഈ ഒരു വാദം കാരണം ഞാൻ എങ്ങാണ്ടും കിടപ്പിലായി കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ ആരാ ഉണ്ടാവര്, അവരുടെ അമ്മ ഇപ്പം മരിച്ചിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തൂവാല എടുത്ത് കൈലേസ് കൊണ്ട് അദ്ദേഹം മുഖം തുടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുട്ടികളുടെ അരികിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് ഉള്ളത്. അമ്മയെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി വരുന്ന ടൈമിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞു, അവിടെ ശവദഹനം കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ അടുത്തേക്ക് അച്ഛൻ വരുന്നത്. അപ്പം അച്ഛന് സാധാരണയായിട്ട് അപ്പോഴുണ്ടാവുന്ന ഒരു തോന്നൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്, കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ എന്ന്. അത് അച്ഛന് ആ ഒരു ടൈമിൽ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. അതായത് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവുമോ, ഇപ്പോൾ ഇനി അവർ വല്ലതും കഴിച്ചിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അമ്മ ഇല്ലാത്തത് കൊണ്ട് ഞാനും അമ്മയും അതായത് അവരുടെ അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയത് കൊണ്ട് കരഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അദ്ദേഹം വ്യസനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും തന്നെ ടാക്സിയിൽ അമ്മയെ എടുത്ത് കയറ്റിയപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
ആ അതെന്താണ്, അവർക്ക് അതിനുള്ള പ്രായം അല്ലാത്തത് കൊണ്ടായിരുന്നോ? ഇനിയിപ്പം ചെറിയ മകൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു, അവനാകെ കൂടെ കരഞ്ഞത് അത് അമ്മേനെ ടാക്സിയിൽ എടുത്തത് കൊണ്ട് മാത്രമല്ല, അവൻ ആ ഒരു ടാക്സിയിൽ കയറാൻ സാധിക്കാത്തത് കൊണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അവരമ്മ മരിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാക്കാനുള്ള കുട്ടികൾക്ക് അത്രയും പ്രായം എത്തിയില്ലല്ലോ എന്നുള്ള ഒരു അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. കാരണം അത്രയും ചെറിയ കുട്ടികളെയാണ് തൻ്റെ കയ്യിലാക്കിയിട്ട് അവരുടെ ഭാര്യ പോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അവിടെ നിന്ന് ഓർത്തെടുക്കുന്നത്. ഇനി പിന്നീടുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് പെട്ടെന്ന് ആരോടും പറയാതെ തന്നെ അവിടെ കിച്ചണിൽ ഭാര്യ നിലം പതിച്ച് വീഴായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഭാര്യയെ കാണാതിരുന്നു. മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. ഉണ്ണി വിളിച്ചു പറയുകയാണ്, ഫസ്റ്റ് ക്ലാസ് ഷോട്ട്. താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തല തിരിഞ്ഞു വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. പല വികാരങ്ങൾ, അവളോട് അകാരണമായ ഒരു ദേഷ്യം. അവളിങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക? എൻ്റെ ഭാര്യ മരിച്ചു. അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്, അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ഭാര്യ മരിക്കുന്ന സന്ദർഭത്തെ കുറിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കഥാനായകന് ഇവിടെ എന്താണ് ചെയ്യുന്നത്, അതായത് കുട്ടികൾ മുറ്റത്ത് കളിക്കുന്ന ശബ്ദം അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴാണ് തൻ്റെ ഭാര്യ അവിടെ നിലത്ത് കിടക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറയാണ് ഹൃദയസ്തംഭനം, അതായത് കാർഡിയാക് അറസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഒരു 1.5 മണിക്കൂർ മുൻപേ അവർ മരിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം പെട്ടെന്ന് ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ നായകന് എന്താണ്, ഒരു പ്രത്യേകിച്ചുള്ള ഒരു ദേഷ്യം വരികയാണ് അല്ലേ. അദ്ദേഹത്തെയും ആ ഒരു 3 കുട്ടികളെയും വിട്ടിട്ട് ഭാര്യ ഇപ്പം പോയിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ആകുലതപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആരാണ് ഈ കുട്ടികളെ നോക്കുക, പലഹാരങ്ങളൊക്കെ നിനക്ക് പകരമായിട്ട് ഇതൊക്കെ ആരാണ് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു വേവലാതി അദ്ദേഹത്തിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ഭാഗത്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 2 ദിവസത്തെ ലീവ് വേണമെന്ന് അല്ലേ. അതായത് ഭാര്യയുടെ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം മൂലമാണ് അത് ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ കഥാപാത്രത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ ഭാര്യ മരിച്ചിരിക്കുന്ന കാര്യം. അപ്പം അതിനെയൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ കഥാകൃത്ത് ഇവിടെ വിവരിക്കുന്നുണ്ട്. എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്. ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചുവെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരുപക്ഷെ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു, അയാൾ പറയും. ആഹാ, അയാളുടെ വ്യസനം. അയാൾ അവളെ അറിയില്ല. അവളുടെ അറ്റം ചുരുണ്ട മുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം തൻ്റെ നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവർ ഇത്ര വേഗം ഇതെല്ലാം മറന്നുവെന്നോ? ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ചു മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ? അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചത് കൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണമെന്ന് നമ്മുടെ ഈ ഒരു കഥാനായകൻ പറയുന്നുണ്ട്. ഇത് എവിടെയാണ് പറയുന്നത്, അദ്ദേഹം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു മേലധികാരി ചെയ്യുന്നത്, ആ ഒരു ഇതിൽ പങ്കുകൊള്ളാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കഥാനായകൻ പറയുന്നത് ഇത്തരത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കഥാനായകന് ഉണ്ടായിരുന്ന ആ ഒരു നഷ്ടം എന്താണെന്ന് മനസ്സിലാവാൻ പറ്റില്ലല്ലോ എന്ന ഒരു വ്യസന സമേതം അവിടെ അദ്ദേഹം ഓർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടി കിടന്നുകൊണ്ടിരിക്കുന്ന മകന് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ്, അമ്മ വന്നില്ലേന്ന്. അപ്പം അദ്ദേഹം അവനെ അടുക്കളയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
അതായത് അവന് ഇതുവരെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ള രീതിയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത പോയിട്ടുണ്ടായിരുന്നത്. ഉണ്ണി അയാൾ വിളിച്ചു. എന്താ അച്ഛാ? ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ? അപ്പം ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ. അവർ കഴിച്ചിട്ടുണ്ടായിരുന്നോ, കുട്ടികളെല്ലാവരും എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അച്ഛന്. അപ്പം പറഞ്ഞു ഇല്ല. അയാൾ അടുക്കളയിൽ തിണ്ണന്മേൽ അടച്ചു വച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വച്ചിരുന്ന ഭക്ഷണം, ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും, മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ. വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിത്തരാം. ഇതൊക്കെ തണുത്തിരിക്കുന്നു, അയാൾ പറഞ്ഞു. അച്ഛാ, ഉണ്ണി വിളിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഒരു കുട്ടിയെയും കൂട്ടിയിട്ട് അച്ഛൻ പിന്നെ പോകുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്, അവിടെ അമ്മ മുൻപേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. ആ ഒരു സാധനങ്ങൾ എന്താണെന്ന് നോക്കിക്കോ കേട്ടോ. ചപ്പാത്തി ഉണ്ട്, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, ഇതൊക്കെ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്മ ഉണ്ടായിരുന്നത് ഉച്ചവരെ. അപ്പോൾ എന്താണ്, അതിന് ശേഷമാണ് ഹൃദയസ്തംഭനം ഉണ്ടായിരുന്നത് അല്ലേ. കൂടാതെ ഏറ്റവും കൂടുതൽ ഈ ഒരു കഥയുടെ ഹെഡിങ് തന്നെ വരുന്ന നെയ്പായസമാണ് അല്ലേ. ഒക്കേഷണലി ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മ നെയ്പായസം ഉണ്ടാക്കുന്നത്. ഇന്ന് ആ ഒരു മരിക്കുന്ന ഘട്ടത്തിൽ പോലും അമ്മ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് നെയ്പായസം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം ഇത് കാണുമ്പോൾ എന്താണ്, അവരെ അച്ഛന് ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയാണ് വരുന്നത്. കാരണം ഇതൊന്നും ഈ ഒരു ഭക്ഷണ സാധനങ്ങളെന്ന് പറയുന്നത് എന്താണ്, അമ്മയുടെ മരിച്ചു പോയ ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചതാണ് അല്ലേ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താണ് മരണത്തിൻ്റെ സ്പർശം കൂടെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പം കുട്ടികളെ വിലക്കാണ്, ഇതൊന്നും ഭക്ഷിക്കണ്ട, അച്ഛന് ഉപ്പുമാവ് ഉണ്ടാക്കി തരാമെന്നാണ് പറയുന്നത്. അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറിയില്ലേ? സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? അമ്മ വരും, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു. 2 കിണ്ണങ്ങൾ. ബാലനെ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, അയാൾ പറഞ്ഞു. അച്ഛാ, നെയ്പായസം, രാജൻ പറഞ്ഞു. ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകന്മേൽ ഇരുന്നു. അപ്പോൾ ഇവിടെ ഇനി എന്താ നടക്കുന്നത്? അതായത് കുട്ടി ചോദിക്കുന്നുണ്ടല്ലേ, രാജൻ ചോദിക്കുന്നുണ്ട് അമ്മ എപ്പോഴാ അച്ഛാ വരാന്ന്. കാരണം അവനറിയുന്നില്ല അമ്മ മരിച്ചു പോയെന്നുള്ളത്, മക്കൾ ആരും അറിയുന്നില്ല. അപ്പം അച്ഛൻ പറയാണ് സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാകട്ടെ എന്ന്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടികളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് രാത്രി ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ നാളെ പകലായിട്ട് ഈ ഒരു വിവരം പറയാം. കാരണം എന്താണ്, കുട്ടികൾ വല്ലതും കഴിച്ചോട്ടെ അല്ലേ. സ്വന്തം അമ്മ മരിച്ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അത്രയ്ക്കും സങ്കടമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഒരു ദിവസം കൂടി കാത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ടൈം വരെ കാക്കാനുള്ള ക്ഷമ ഉണ്ടാവട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പം വീണ്ടും അദ്ദേഹം കുട്ടിയെ കൂട്ടി എന്താണ് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉണ്ണി വിളമ്പി കൊടുക്കുമോ? അച്ഛന് തലവേദനിക്കുന്നു, അവർ കഴിക്കട്ടെ, ഇനി ഒരിക്കലും അവൾ ഉണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു. കുറേ നിമിഷങ്ങൾക്കു ശേഷം അയാൾ ചോദിച്ചു, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ അമ്മ അസല് നെയ്പായസം ഉണ്ടാക്കിയത്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു കുളിമുറിയിലേക്ക് നടന്നു. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? അതായത് നമ്മുടെ 3 പിള്ളേരാണ് ഉള്ളത് കേട്ടോ. ഉണ്ണിയെയും ഏറ്റവും അവസാനമുള്ള രാജനെയും കൂട്ടിയിട്ടാണ് ഇപ്പം ഭക്ഷണം കഴിക്കാൻ ഈ ഒരു അച്ഛൻ ഇരിക്കുന്നത്. നടുവിലുള്ള ബാലൻ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഉണ്ണിയോട് മൂത്ത പുത്രനോട് പറയാണ്, ഉണ്ണി രാജന് വേണ്ടിയിട്ടൊന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കും, അച്ഛന് തീരെ വയ്യാന്ന്. അപ്പം എന്താണ്, കുട്ടികൾ അങ്ങനെ തന്നെ ഓക്കെ അച്ഛാ, അതവർ കഴിച്ചു തുടങ്ങാണ്. കൂടുതലും കുട്ടികൾ എന്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പായസമാണ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അവർ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ചോറ് വേണ്ടേ ഉണ്ണീന്ന്. അപ്പം എന്താ മറുപടി പറയുന്നത്? വേണ്ട, പായസം നല്ല സ്വാദുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പം ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ, അതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഇഷ്ടമാവുന്നത് അതെന്താണ്, ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും. ഇവിടെ എന്താണ്, അവരുടെ അമ്മ മരിച്ചു കഴിഞ്ഞു. സത്യത്തിൽ അതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ആ കുട്ടികൾക്കില്ല. എന്നിരുന്നാൽ പോലും അവരെന്താണ് ഇപ്പം ആസ്വദിച്ച് കഴിക്കുകയാണ് അവരമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഭക്ഷണത്തെ അല്ലേ. അപ്പം ഇളയ പുത്രനായിട്ടുള്ള രാജനും പറയുകയാണ്, അതേ അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന നെയ്പായസം അത് അത്രമേൽ എന്താണ് ടേസ്റ്റ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇവിടെ അവസാന ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. അപ്പോൾ ഇത്രയാണ് അവസാന ഭാഗങ്ങളിലുള്ളത്. അതായത് അമ്മ മരിച്ചിരിക്കുന്നു, ഇനി അച്ഛനും 3 മക്കളും മാത്രം ആയിട്ടുള്ള ആ ഒരു വീടാണ്. ഇപ്പം അതിലൂടെയാണ് കവിത ഇവിടെ അവസാനിച്ചിരിക്കുന്നത്, നമ്മുടെ പാഠഭാഗത്ത് നിന്നുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കഥ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ അച്ഛനുണ്ട്, 3 കുഞ്ഞുങ്ങളും പിന്നെ ഒരു അമ്മയും. ഇതാണ് മെയിനായിട്ടുള്ള കഥയുടെ തീം വരുന്നത്. അതിൽ അമ്മ എന്താണ്, അമ്മ മരിച്ചു, അമ്മ മരിച്ചതിന് ശേഷം ആ ഒരു അച്ഛൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളാണ് കേട്ടോ കഥയിൽ പരാമർശിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വരുന്നത് കഥാനായകന് പേര് നൽകാതെ അച്ഛൻ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു അത്? ആ ഒരു കഥയുടെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് അല്ലേ, എന്തുകൊണ്ടായിരുന്നു? അതായത് നമ്മുടെ ഈ ഒരു പട്ടണത്തിൽ താമസിക്കുന്ന ഇവർക്ക് അല്ലേ 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ആ ഒരു 3 കുട്ടികളും അയാളെ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? അച്ഛ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ ആൻസർ ആയിട്ട് വേണ്ടത് ആ പട്ടണത്തിൽ അയാളുടെ വിലയറിയുന്ന 3 കുട്ടികളും അയാളെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ആൻസർ നമ്മുടെ കഥയിൽ നിന്ന് വരുന്നത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ഭാഗത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത് നോക്കാം. കഥാനായകൻ്റെ ഓർമ്മയിൽ ഭാര്യ ഒടുവിൽ പറഞ്ഞ വാക്കുകളേവ. അപ്പം ഇതിനെക്കുറിച്ച് ഭാര്യ ഒടുവിലായിട്ട് പറഞ്ഞ ആ ഒരു വാക്കുകളെ കുറിച്ചിട്ട് കഥയിൽ തന്നെ പറയുന്നുണ്ട്. മൂടി പതച്ച് കിടന്ന പറ്റോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ. ഇതാണ് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകളായിട്ട് വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത് വരുന്നത് അത് മറന്നുപോയാൽ തൻ്റെ നഷ്ടം അസഹനീയമായി തോന്നുമെന്ന് അയാൾക്ക് തോന്നി. ഏത് മറന്നുപോയാൽ എന്താണ്? ഇപ്പം പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഈ തേർഡ് ക്വസ്റ്റ്യനും വരുന്നത്. ഭാര്യ അവസാനം പറഞ്ഞ വാക്കുകളെക്കുറിച്ച് അല്ലേ, അതിനെ മറന്നു പോയി കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് അത് അസഹനീയമായിട്ട് തോന്നുന്നത്. ഇനി നാലാമത് വരുന്നത് കഥാനായകൻ്റെ കുടുംബ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഏവ എന്നാണ്. കഥാനായകൻ്റെ കുടുംബജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്? അത് ആ ഒരു കഥയിൽ തന്നെ ഉണ്ട് അല്ലേ. പണത്തിൻ്റെ ക്ഷാമമുണ്ട്, കുട്ടികളുടെ അനാരോഗ്യം, ഇത്തരത്തിലാണ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ. ഓക്കെ, ഇതാണ് എഴുതേണ്ടത്. ഇനി മക്കളെക്കുറിച്ച് അച്ഛനമ്മമാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? അതായത് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ആളെ എൻജിനീയർ ആക്കണം എന്നാണ് ആഗ്രഹം, രണ്ടാമത്തത് ഡോക്ടർ ആക്കണം, മൂന്നാമത് പട്ടാളക്കാരനാക്കാനുമായിരുന്നു അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കഥാനായകൻ്റെ വീടിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് കഥാനായകൻ്റെ വീടിനെ ചിത്രീകരിച്ചിരുന്നത്? അതായത് ഒരു ഇടത്തരക്കാരെ താമസിക്കുന്ന തെരുവിലെ 3 മുറികളുള്ള ഫ്ലാറ്റിലായിരുന്നു അല്ലേ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 ആൾക്ക് നിൽക്കാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്ത. വരാന്തയിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചുരുട്ടി പൂക്കാതെ നിൽക്കുന്നു. ഈ ഒരു ഭാഗം നമ്മുടെ കഥയിൽ നിന്ന് തന്നെ എടുത്തു പറയുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു സെൻറ്റൻസ് എവിടെയുള്ളതാണ്? കഥയിലുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. താൻ കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത് എന്ന് അയാൾ ചിന്തിച്ച് ദുഃഖിക്കാൻ കാരണം എന്താണ്? അപ്പോൾ അങ്ങനെ ദുഃഖിക്കാൻ കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണമായിരുന്നു. അപ്പോൾ താൻ കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത് എന്ന് അയാൾ ചിന്തിച്ച് ദുഃഖിക്കാൻ കാരണം എന്താണെന്നുള്ളത് എന്താണ്? അതായത് ഭാര്യയുടെ മരണമാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാര്യയുടെ അകാരണമായി ദേഷ്യം തോന്നാൻ കാരണമെന്ത്? അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം അല്ലേ, എന്തുകൊണ്ടായിരുന്നു ഭാര്യയോട് അകാരണമായിട്ട്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ എന്നാണ് അകാരണമായി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാരണമില്ലാതെ ദേഷ്യം തോന്നാൻ കാരണം എന്തായിരുന്നു? അതായത് ഒരു മുന്നറിയിപ്പും കൂടാതെ എല്ലാ ചുമതലകളും അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിവെച്ച് ഭാര്യ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേഷ്യം തോന്നാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. മേലുദ്യോഗസ്ഥൻ്റെ അനുശോചന പ്രകടനത്തോട് അയാൾക്ക് പുച്ഛം തോന്നാൻ കാരണം എന്തെന്നാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? അതായത് കാരണം ഈ ഒരു മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് ഈ ഭാര്യയുടെ കുറിച്ചിട്ട് അവളുടെ ഒരു പ്രത്യേകതയും അറിയില്ല അല്ലേ, അവളെ കണ്ടിട്ട് കൂടെ ഇല്ല. അപ്പം എന്താണ് അങ്ങനെ അത്തരത്തിലുള്ള ഒരാൾ അനുശോചന പ്രകടനം നടത്തുന്നതിൽ
അദ്ദേഹത്തിനും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മേലുദ്യോഗസ്ഥൻ്റെ അനുശോചന പ്രകടനത്തോട് അയാൾക്കൊരു പുച്ഛം തോന്നാൻ കാരണം ആയിട്ടുണ്ടായിരുന്നത്. അപ്പം അതെങ്ങനെ എഴുതാൻ, അയാളുടെ ഭാര്യയുടെ ഒരു പ്രത്യേകതയും മേലുദ്യോഗസ്ഥന് അറിയില്ല, അവളെ കണ്ടിട്ട് പോലുമില്ല. അതായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, മരിക്കുന്നതിന് മുൻപ് ഭാര്യ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണ വിഭവങ്ങൾ ഏതെല്ലാം? ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെയായിരുന്നു? ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, നെയ്പായസം. ഇത്രയും കാര്യങ്ങളായിരുന്നു ഭാര്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് കൂടെയുള്ളൂ. ഭാര്യ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട എന്ന് അയാൾ തീരുമാനിക്കാൻ കാരണമെന്ത്? എന്തുകൊണ്ടായിരുന്നു അങ്ങനെ കൊടുക്കേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് അവ മരണത്തിൻ്റെ സ്പർശം ഉള്ളവയായിരുന്നു അല്ലേ, അതുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ വിചാരിക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളെ നെയ്പായസം കഴിക്കാൻ അയാൾ അനുവദിച്ചത് എന്തുകൊണ്ടെന്ന്? അപ്പോൾ എന്തുകൊണ്ടാണ് നെയ്പായസം കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്? അവസാന ഭാഗങ്ങളിലാണ് അല്ലേ ഇതിനെ കാണാൻ പറ്റുന്നത് കഥയിൽ. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് ഇനി ഒരിക്കലും അവസരം ഉണ്ടാവുകയില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് കുട്ടികളെ നെയ്പായസം കഴിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.